2026 അവിട്ടം നക്ഷത്രക്കാർക്ക്. അവിട്ടം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നോക്കുന്നത്, ജനിച്ച മലയാള മാസവും കൂടി എടുത്തിട്ടാണ് നോക്കുന്നത്. നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി, മലയാള മാസം എന്ന് പറയുമ്പോൾ ജനിച്ച മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി. അപ്പം ചന്ദ്രനെയും സൂര്യനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫലം കുറച്ച് സൂക്ഷ്മമായിരിക്കും. അപ്പോൾ മലയാള മാസം അറിയണം. അപ്പം ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. പക്ഷേ ഒരു മാസത്തിൻ്റെ നടുവിൽ 14, 15 ഇന്നത്തെ ദിവസങ്ങളിലാണ് ജനനമെങ്കിൽ ചിലപ്പോഴും മലയാള മാസം തെറ്റിപ്പോകും. അങ്ങനെയുള്ള കേസുകളിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മലയാള മാസം കിട്ടും. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്കുള്ള ഫലം ഓരോ മാസം വെച്ചിട്ട് നോക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ആദ്യം ജാനുവരി നോക്കാം. ജാനുവരി അവർക്ക് പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാവുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ഈ ദോഷം കൂടുതൽ കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇടവത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഇനി ഫെബ്രുവരി മാസം ഇവർക്ക് പൊതുവെ മോശമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. വേണ്ടാത്ത ശത്രുതയാൽ ഇങ്ങോട്ട് കയറി വരും. വ്യക്തിപരമായിട്ടും അത്ര നല്ലൊരു മാസമൊന്നും അല്ല. പക്ഷേ ഇടവത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി മാർച്ച് മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ശത്രുതയെല്ലാം ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് കഴിയുന്നതോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി ഏപ്രിൽ മാസം ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയിൽ ഇങ്ങോട്ട് കയറി വന്നെന്ന് വരും. പക്ഷേ മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം അത്ര നല്ലതല്ല. ഇനി മെയ് മാസം. ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്.
ശത്രുതയെല്ലാം കയറി ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഇനി ജൂൺ മാസം ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. വേണ്ടാത്ത ശത്രുതയെല്ലാം കയറി വരും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂലൈ മാസം പൊതുവെ നല്ലതായിട്ട് കാണുന്നു. എല്ലാവർക്കും നല്ലതായിട്ടാണ് കാണുന്നത്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇനി ഓഗസ്റ്റ് മാസവും പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. ഇനി സെപ്റ്റംബർ മാസത്തിലെ ഇടവൻ ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ പോലെയുള്ളതൊന്നും പറ്റിയ മാസമല്ല. ഇനി ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി നവംബർ മാസം പൊതുവെ നല്ലൊരു മാസമാണ്. എല്ലാവർക്കും നവംബർ മാസമാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. കർമ്മപരമായിട്ട് നല്ലതാണ്. തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അപ്പോൾ ഏറ്റവും നല്ല മാസമാണ് ഇത്. ഈ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇനി ഡിസംബർ മാസവും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും.
വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇതാണ് 2026 അവിട്ടം നക്ഷത്രക്കാർക്കുള്ള ഫലം.